നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതക കേസിലെ പ്രതികളെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അഷ്കർ, അമ്മ അഖില എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. നെടുമങ്ങാട് SST സ്പെഷ്യൽ കോടതിയുടേതാണ് ഈ നടപടി. കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. അശ്വിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഈ പിഞ്ചു കുഞ്ഞിനെ, 1.5 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ അതിക്രൂരമായി ഉപദ്രവിച്ച് ഇഞ്ചിഞ്ചായി വേദന തിന്ന ആ കുഞ്ഞു മരിക്കുന്നത് കണ്ട് രസിക്കുന്നതിന് മാത്രം എന്ത് പകയാണ് ഈ അഷ്കറിന് ഈ കുഞ്ഞിനോട് ഉണ്ടായിരുന്നത്? ഈ അഖില എന്ന് പറയപ്പെടുന്ന സ്ത്രീക്ക് എന്ത് പങ്കാണുള്ളത്? ഇവരിടക്കിടയ്ക്ക് തമിഴ്നാട് പോയിക്കൊണ്ടിരുന്ന എന്തിനാണ്? ഈ അഖിലയുടെയും ഈ അഷ്കറിനെയും ഒക്കെ ബന്ധുക്കൾക്ക് എന്തെങ്കിലും തരത്തിൽ ഈ ഒരു കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കാൻ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കസ്റ്റഡി? ഇഹാസ് സൂചിപ്പിച്ചതുപോലെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതിനായി പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു നൽകണം, വിശദമായ ചോദ്യം ചെയ്യലിന്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇന്ന് നെടുമങ്ങാട് പ്രത്യേക ST കോടതിയിൽ പോലീസ് ഉന്നയിച്ച വാദം. ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് 2 പ്രതികളെ നിലവിലിപ്പോൾ നെടുമങ്ങാട് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് കോടതി വിട്ടിട്ടുള്ളത്. 2 ദിവസത്തേക്കാണ് കസ്റ്റഡി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനിടയിൽ തന്നെ ഈ അഷ്കർ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ചുള്ള വസ്തുക്കൾ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, നെടുമങ്ങാട് DYSP ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ കേസ് ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലടക്കം ആവശ്യമാണ് എന്നുള്ളതായിരുന്നു പോലീസ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. ഇത് അംഗീകരിച്ചാണ് നിലവിൽ ഇപ്പോൾ 2 പേരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. കോടതിയിൽ എത്തിച്ച പ്രതികളെ നേരത്തെ വൈദ്യപരിശോധനയ്ക്ക് അടക്കം വിധേയമാക്കിയ ശേഷമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ആദ്യം അഷ്കറിനെ കോടതിയിലേക്ക് എത്തിച്ചപ്പോൾ ഇയാൾ മുടന്തി ഞൊണ്ടിയാണ് അകത്തേക്ക്. അതുകൊണ്ട് തന്നെ കോടതി വീണ്ടും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഇയാൾ വീണ്ടും ആശുപത്രിയിലേക്ക് എത്തിച്ച പ്രതികളെ 2 പേരെയും വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം എക്സ്റേ കൂടി എടുത്ത ശേഷമാണ് വീണ്ടും ഈ കോടതിയിലേക്ക് ഹാജരാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ആശുപത്രിയിലടക്കം ഈ പ്രതികൾക്ക് നേരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കയ്യേറ്റങ്ങളിലേക്ക് പോയില്ലെങ്കിൽ പോലും വലിയ തരത്തിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. കോടതിക്ക് മുന്നിലും പ്രതികൾക്ക് നേരെയുള്ള സ്ത്രീകളുടെ അടക്കമുള്ള ഒരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. കാരണം ഈ കേസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തിനായിരുന്നു ഈ ഒരു കൊലപാതകം, ഈ അഷ്കറിനെ പ്രേരിപ്പിച്ച ഘടന അത് എന്താണ് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ പോലീസ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതും മാത്രമല്ല നമുക്ക് ഒരു പ്രധാന ബന്ധു തന്നിട്ടുള്ള പ്രധാന ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ അഷ്കറിന് ഈ അഖിലയുടെ അമ്മ റീനയോടായിരുന്നു ഈ ഒരു പ്രതികാരം ഉണ്ടായിരുന്നത്. അഖിലയുടെ പേരിലുള്ള സ്വത്തുവകകൾ, അതായത് 10 സെന്റ് സ്ഥലം, അത് അഷ്കറിന്റെ പേരിലേക്ക് മാറ്റി നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കവും അഷ്കറിനെ റീന മർദ്ദിക്കുന്ന സാഹചര്യവും വരെ എത്തിയിരുന്നു. ഇതേ തുടർന്ന് ഈ ഒരു വൈരാഗ്യമാണ് കുഞ്ഞിനോട് ഇയാൾ തീർത്തത് എന്നുള്ളതാണ്. 1 മാസത്തിനിടെ ഏതാണ്ട് 91ഓളം മുറിവുകൾ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചത് ഈ ഒരു റീനയോടുള്ള പ്രതികാരം മൂലമാണ് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ കഴിഞ്ഞ തവണ പോലീസ് അഷ്കറിനെ ഈ വാടക വീട്ടിൽ, നെല്ലിക്കുന്ന് സമീപത്തുള്ള വാടക വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. തെളിവെടുപ്പിൽ ഇയാൾ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ചിരുന്ന ലൈറ്റർ, അതുപോലെ തന്നെ അടിച്ചു എന്ന് പറയപ്പെടുന്ന ചെറിയ കമ്പുകളടക്കം പോലീസ് ആ മേഖലയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ അഖിലയെ കൂടി സ്ഥലത്തേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ കോടതിയിലടക്കം വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹത്തോടു കൂടിയാണ് പ്രതികളെ എത്തിച്ചത് എന്നുള്ളതാണ്. ഇനി തെളിവെടുപ്പിനും സമാന രീതിയിൽ തന്നെയാണ് ഈ വലിയ സന്നാഹത്തോടെ ആയിരിക്കും. കാരണം അഷ്കറിനെ ഇത്തരത്തിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ വലിയ തരത്തിലുള്ള ജനരോഷം നമ്മൾ കണ്ടതാണ്. പോലീസിന്റെ ഈ വലയം ഭേദിച്ച ആളുകൾ അകത്തേക്ക് കയറി അഷ്കറിനെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരെ ഈ കസ്റ്റഡിയിൽ എങ്കിലും ഒരു കാര്യം, പാവം കുഞ്ഞ് എന്തു പിഴച്ചു, എന്തൊക്കെ കാരണത്തിന്റെ പേരിലാണെങ്കിലും ഇത്ര ക്രൂരമായ ആ കുഞ്ഞിനെ എന്തിന് ഈ കൂട്ടർ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. ഈ നരാധവന്മാരായിട്ടുള്ള ഈ 2 വ്യക്തികൾ, അഷ്കർ, അഖില, അതോടൊപ്പം ഈ കുറ്റകൃത്യത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അവരും കടുത്ത ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടതുണ്ട്.